ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബാലൻസ് ഷീറ്റിനെ പറ്റിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു എക്സാമ്പിളും കൂടി നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോളോയിങ് ഈസ് ദി റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഓഫ് റീഗൽ ക്ലബ്ബ് തൃശ്ശൂർ ഫോർ ദി ഇയർ എൻഡിങ് 31st December 2013. ഇപ്പോൾ റെസീറ്റ് സൈഡിൽ ബാലൻസ് BD ₹2,500, സബ്സ്ക്രിപ്ഷൻസ് 65,000, ഇൻട്രസ്റ്റ് 300, ഡൊനേഷൻ 6,000, ഡൊനേഷൻ ടു ബിൽഡിംഗ് ഫണ്ട് ₹50,000, match fund 10,000, miscellaneous receipts 430, sale of grass ₹250. ഇനി പേയ്മെൻറ്റ് സൈഡിൽ match expenses 6,800, rent 9,600, salaries 24,000, sundry expenses 3,800, investments purchased 36,000, newspapers 750, sports equipment 32,000, balance CD 21,530, grand total 1,34,480. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. സബ്സ്ക്രിപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദി എൻഡ് ഓഫ് 2012 were ₹4,000 and at the end of 2013 ₹6,000. Salaries outstanding on 31st December 2012 and on 31st December 2013 were ₹2,000 and ₹2,500 respectively. On 31st December 2012, the club had investment worth ₹12,000, furniture ₹10,000 and sports equipment valued at ₹26,000. Prepare income and expenditure account for the year ended 31st December 2013 and a balance sheet as on that date after depreciating furniture by 20% and sports equipment by 25%. ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ബാലൻസ് BD അത് സാധാരണ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അടുത്തത് സബ്സ്ക്രിപ്ഷൻ വരിസംഖ്യയാണ്, ഇപ്പോൾ റെക്കറിംഗ് നേച്ചറാണ്, അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, കറണ്ട് ഇയർ ഔട്ട്സ്റ്റാൻഡിങ് 6,000 ഉണ്ട്, പ്രീവിയസ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ് 4,000 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, 65,000 കൂടെ ഈ 6,000 ആഡ് ചെയ്യുക ഇന്നർ കോളത്തിൽ. ആ കിട്ടിയ ആൻസറിൽ നിന്ന് 4,000 മൈനസ് ചെയ്യുക. ആ കിട്ടിയ എമൗണ്ടാണ് നിങ്ങൾ ഔട്ടർ കോളത്തിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അടുത്തത് ഇൻട്രസ്റ്റ് അറിയാം, പലിശ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഡൊനേഷൻ ഇത് ജനറൽ ഡൊനേഷനാണ്, ജനറൽ ഡൊനേഷന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. അടുത്തത് ഡൊനേഷൻ ടു ബിൽഡിംഗ് ഫണ്ട്. ഇപ്പോൾ ഡൊനേഷൻ ടു ബിൽഡിംഗ് ഫണ്ട് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പർപ്പസ് ആണ്. സ്പെഷ്യൽ പർപ്പസ് ആയതുകൊണ്ട് ഇത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അടുത്തത് മാച്ച് ഫണ്ട് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലാണ് ചെയ്യേണ്ടത്. അതായത് ഈ മാച്ച് ഫണ്ടും ഈ മാച്ച് എക്സ്പെൻസും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ്. അത് ഏത് ഫണ്ട് ആയിക്കോട്ടെ, എൻഡോമെൻറ്റ് ഫണ്ട് ആയാലും ശരി, പ്രൈസ് ഫണ്ട് ആയാലും ശരി, ടൂർണമെൻറ്റ് ഫണ്ട് ആയാലും, ഫണ്ട് എന്ന് കാണുന്ന എല്ലാ ഐറ്റംസും സാധാരണ ബാലൻസ് ഷീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ്. ഓക്കെ.
അടുത്തത് മിസലേനിയസ് റിസീറ്റ്സ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സെയിൽ ഓഫ് ഗ്രാസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അടുത്തത് പേയ്മെൻറ്റ് സൈഡിൽ മാച്ച് എക്സ്പെൻസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലാണ്. അടുത്തത് റെൻറ്റ് അറിയാം, റെക്കനിങ് നേച്ചർ ഉള്ളതാണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സാലറീസ് ശമ്പളം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സൺട്രി എക്സ്പെൻസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ്ഡ്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിക്ഷേപമാണ്, അസറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ബാലൻസ് ഷീറ്റിൽ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത്. ന്യൂസ് പേപ്പർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സ്പോർട്സ് എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, സ്പോർട്സ് ഐറ്റംസ്, ബാറ്റ്, ബോൾ, ഇത് ഒരു അസറ്റാണ്. അതുകൊണ്ട് ഇത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലാണ്. അതുപോലെ ബാലൻസ് സി ഡിയും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലാണ്. അപ്പോൾ സാലറി പറഞ്ഞിരുന്നു. അപ്പോൾ സാലറിക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് 2500 പ്രീവിയസ് ഇയറിലെ 2000. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ട്രീറ്റ് ചെയ്ത് അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ 24,000 കൂടെ ഈ 2500 ആഡ് ചെയ്യുക, ഈ 2000 മൈനസ് ചെയ്യുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കോസ്റ്റിൽ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. ഫർണിച്ചർ 20%, അതുപോലെ തന്നെ സ്പോർട്സ് എക്യുപ്മെൻറ്റ് 25%. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ എക്സ്പെൻഡിച്ചർ സൈഡിൽ മസ്റ്റായിട്ടും കാണിക്കേണ്ടതാണ്. അതായത് സ്പോർട്സ് എക്യുപ്മെൻറ്റിൻ്റെ 25%, അതുപോലെ ഫർണിച്ചറിൻ്റെ 20%. അപ്പോൾ സ്പോർട്സ് എക്യുപ്മെൻറ്റ് റെസിസൺ പേയ്മെൻറ്റ് അക്കൗണ്ടിലും ഉണ്ട്, അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റിലുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും 25% നമ്മൾ കാണേണ്ടതാണ്. നമുക്ക് നോക്കാം. ആദ്യമായി സബ്സ്ക്രിപ്ഷൻ 65,000, അതായത് ഈ 65,000 അത് ഇന്നർ കോളത്തിൽ പോസ്റ്റ് ചെയ്യാം. അതിനുശേഷം പ്രീവിയസ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ്, അതായത് 4,000 ഉണ്ടായിരുന്നു അഡ്ജസ്റ്റ്മെൻറ്റിൽ, ആ 4,000 ഈ 65,000 നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ 61,000 കിട്ടി. ആ കിട്ടിയ ടോട്ടലിൽ നിന്ന് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ കറൻറ്റ് ഇയറിൽ ഒരു 6,000 ഉണ്ടായിരുന്നു. ആ 6,000 എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ 61 കൂടെ 6,000 ആഡ് ചെയ്താൽ 67,000, അത് ഔട്ടർ കോളത്തിൽ പോസ്റ്റ് ചെയ്യാം. അടുത്ത് നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചത് ഇൻട്രസ്റ്റ് അതേപോലെ നോക്കി പോസ്റ്റ് ചെയ്യുക 300. അതിനുശേഷം ഡൊനേഷൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു, ഡൊനേഷൻ പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം മിസ്ലേനിയസ് 430 അതുപോലെ പോസ്റ്റ് ചെയ്യുക. സെയിൽ ഓഫ് ഗ്രാസ് 250 അതുപോലെ പോസ്റ്റ് ചെയ്യുക. നമുക്കിനി എക്സ്പെൻഡിച്ചർ സൈഡ് നോക്കാം. റെൻറ്റ് 9,600, അത് അതുപോലെ നോക്കി എന്ത് ചെയ്യുക, ഇവിടെ പോസ്റ്റ് ചെയ്യുക. റെൻറ്റ് 9,600. അതിനുശേഷം സാലറീസ് ഉണ്ട്. സാലറീസ് 24,000. ഇപ്പോൾ 24,000 കൂടെ കറൻറ്റ് ഇയറിലുള്ള ഔട്ട്സ്റ്റാൻഡിങ്, അതായത് പിന്നെ 2,500 ആഡും, അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് 2,000 എന്ത് ലെസ് ചെയ്യുക. അപ്പോൾ ഇവിടെ അത് ലെസ്സാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 24,000 കൂടെ ഈ പ്രീവിയസ് ഇയറിലുള്ള 2,000, അതായത് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുണ്ടായിരുന്നു 2012 നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്തതായിരുന്നു. അപ്പോൾ ഈ 24,000 നിന്ന് ഈ 2,000 മൈനസ് ചെയ്യുക. അപ്പോൾ 22,000. അതിൻ്റെ കൂടെ കറൻറ്റ് ഇയറിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് 2,500 ആഡ് ചെയ്യുക. അപ്പോൾ 22,000 കൂടെ 2,500 ആഡ് ചെയ്തതിനാൽ 24,500. അടുത്തത് സൺട്രി എക്സ്പെൻസസ്. അപ്പോൾ സൺട്രി എക്സ്പെൻസസ് 3,800 ആണ്. അപ്പോൾ ആ 3,800 അതുപോലെ പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പർ 750, അത് അതുപോലെ പോസ്റ്റ് ചെയ്യാം. ഇനി ഫർണിച്ചർ നമുക്ക് നേരത്തെ പാരഗ്രാഫിൽ തന്നിട്ടുണ്ടായിരുന്നു ഒരു 10,000. അപ്പോൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ ഉണ്ട് 20%. അപ്പോൾ അതാണ് ഇവിടെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫർണിച്ചർ എങ്ങനെ കാണാം, 10,000 ഇൻറ്റു 20/100 ഈസ് ഈക്വൽ ടു 2,000. അപ്പോൾ 10,000 ഇൻറ്റു 20/100 2,000. അതുപോലെ സ്പോർട്സ് എക്യുപ്മെൻറ്റും കാണാം. സ്പോർട്സ് എക്യുപ്മെൻറ്റ് നമുക്ക് റെസിസൺ പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഒരു 32,000 ഉണ്ട്. അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു 20,000 ഉണ്ട്. അപ്പോൾ 32,000ഉം 20,000 ആഡ് ചെയ്താൽ 52,000. അപ്പോൾ ആ 52,000ൻ്റെ 25% ആണ് ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുള്ളത്, 25%. അപ്പോൾ ആ 25% കാൽക്കുലേറ്റ് ചെയ്യുക. 52,000 ഇൻറ്റു 25/100, അതായത് 13,000. അങ്ങനെ ആ രണ്ട് ഡിപ്രീസിയേഷനും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 15,000.
അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഔട്ടർ കോളത്തിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആദ്യമായി പോസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുക. അതായത് ആദ്യം എക്സ്പെൻഡിച്ചർ സൈഡ് ടോട്ടൽ ചെയ്യുക, അതുപോലെ ഇൻകം സൈഡും ടോട്ടൽ ചെയ്യാം. ഏത് സൈഡിലുള്ള എമൗണ്ട് ആണോ കൂടുതലുള്ളത് അതാണ് നമ്മൾ ടോട്ടലായി എടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഇൻകം സൈഡാണ് കൂടുതലുള്ളത്. അപ്പോൾ ടോട്ടലി 73,980 കിട്ടി. ആ 73,980 ഇൻകം സൈഡിലും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ സൈഡിലും പോസ്റ്റ് ചെയ്യുക. ആ 73,980യിൽ നിന്ന് എക്സ്പെൻഡിച്ചറിൻ്റെ ടോട്ടൽ, അതായത് 15,750, 3,800, 24,500, 9,600 എന്നിവ മൈനസ് ചെയ്താൽ കിട്ടുന്ന ബാലൻസ് എമൗണ്ടാണ് സർപ്ലസ് അഥവാ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ എന്നെഴുതി ഇവിടെ പോസ്റ്റ് ചെയ്യേണ്ടത്. ഒന്നുകൂടി പറയാം, ഈ 73,980യിൽ നിന്ന് ഈ 15,750, 3,800, 24,500, 9,600 ഈ എമൗണ്ടൊക്കെ മൈനസ് ചെയ്യുക. ആ മൈനസ് ചെയ്ത് കിട്ടുന്ന ബാലൻസ് എമൗണ്ടാണ് 20,330. അത് എക്സ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ സർപ്ലസ് എന്നെഴുതി പോസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നോക്കാം. ആദ്യമായി ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടത് ബാലൻസ് BD, അതായത് ഓപ്പണിംഗ് ബാലൻസ്, അതായത് 2,500 ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ് 2,500 പോസ്റ്റ് ചെയ്യുക. ക്യാഷ് ഇൻ ഹാൻഡ് എന്നെഴുതി 2,500 ഇവിടെ പോസ്റ്റ് ചെയ്യുക അസറ്റ് സൈഡിൽ. അതിനുശേഷം പാരഗ്രാഫിലേക്ക് പോവുക. പാരഗ്രാഫിൽ പോയിട്ട് 2012 എന്ന് കാണുന്ന ഐറ്റംസ് മാത്രമേ നിങ്ങൾ പോസ്റ്റ് ചെയ്യൂ. കാരണം നമ്മളിപ്പോൾ 2013 പ്രോബ്ലമാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2012 എന്ന് കാണുന്ന ഐറ്റംസ് ഇവിടെ ഇതാ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 2012 റുപ്പീസ് 4,000. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ വരിസംഖ്യ കിട്ടാനുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ വരിസംഖ്യ കിട്ടാനുള്ളത് നമുക്ക് അസറ്റാണ്. അപ്പോൾ അസറ്റ് സൈഡിൽ അത് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് 4,000 പോസ്റ്റ് ചെയ്യാം. അതിനുശേഷം 2012 സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് 2,000. അതായത് ശമ്പളം നമ്മളൊരു 2,000 കൊടുക്കാനുണ്ട്. അപ്പോൾ ആ 2,000 കൊടുക്കാനുള്ള നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ബാലൻസ് ഷീറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് എന്ന് പോസ്റ്റ് ചെയ്യുക 2,000. അതിനുശേഷം അടുത്ത പാരഗ്രാഫിൽ, അതായത് on 31st December 2012 ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് റുപ്പീസ് 12,000, ഫർണിച്ചർ ഉണ്ട് 10,000, സ്പോർട്സ് എക്യുപ്മെൻ്റ് ഉണ്ട് 20,000. ആ 3 ഐറ്റംസും അതുപോലെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ പോസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് 12,000, ഫർണിച്ചർ 10,000, സ്പോർട്സ് എക്യുപ്മെൻറ്റ് 20,000. അതിനുശേഷം ഈ അസറ്റ് സൈഡിലുള്ള എല്ലാ എമൗണ്ടും ടോട്ടൽ ചെയ്യുക. അപ്പോൾ 48,500 ആണ് കിട്ടിയത്. അതേ ടോട്ടൽ ഇവിടെ ലാബിലിറ്റി സൈഡിലും പോസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഈ 48,500ൽ നിന്ന് ഈ 2,000, അതായത് ഔട്ട്സ്റ്റാൻഡിങ് സാലറീസിനെ 2,000 മൈനസ് ചെയ്താൽ 46,500 കിട്ടും. അതാണ് ക്യാപിറ്റൽ ഫണ്ട്. ഇങ്ങനെയാണ് ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. ഇനി നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതായത് കറണ്ട് ഇയർ ബാലൻസ് ഷീറ്റ്. അപ്പോൾ എങ്ങനെ ചെയ്യാം? അതായത് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ നാച്ചറുള്ള ഐറ്റംസ് മാത്രം എടുക്കുക. അപ്പോൾ നമുക്കറിയാം, നേരത്തെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഡൊണേഷൻ ടു ബിൽഡിംഗ് ഫണ്ട്, മാച്ച് ഫണ്ട്. ഈ 2 ഐറ്റംസാണ് റെസീറ്റ് സൈഡിൽ ക്യാപിറ്റൽ നാച്ചറുള്ളത്. അപ്പോൾ മാച്ച് ഫണ്ടിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞിരുന്നു. പേയ്മെൻറ്റ് സൈഡിൽ മാച്ച് എക്സ്പെൻസ് ഉണ്ടായിരുന്നു 6,800. അതുകൊണ്ട് ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ ഈ 10,000ൽ നിന്ന് ഈ മാച്ച് എക്സ്പെൻസ് 6,800 മൈനസ് ചെയ്യുക, അതായത് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഡൊണേഷൻ ടു ബിൽഡിംഗ് ഫണ്ട് അതേപോലെ പോസ്റ്റ് ചെയ്യുക. ഡൊണേഷൻ ടു ബിൽഡിംഗ് ഫണ്ട് 50,000. അതുപോലെ മാച്ച് ഫണ്ട് 10,000ൽ നിന്ന് 6,800 മൈനസ് ചെയ്യുക. അപ്പോൾ 3,200 കിട്ടും. ഓക്കെ, അതേപോലെ പേയ്മെൻറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് 36,000 ക്യാപിറ്റൽ നാച്ചറാണ്. സ്പോർട്സ് എക്യുപ്മെൻറ്റ് 32,000 ഉണ്ട്. ബാലൻസ് CD 21,530 ഉണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അഡീഷണൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യുക? ഈ 36,000ൻ്റെ കൂടെ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് 12,000 ആഡ് ചെയ്യാം. അപ്പോൾ
ഇൻവെസ്റ്റ്മെൻറ്റ് 12,000, അതിൻ്റെ കൂടെ അഡീഷണലി 36 എന്ത് ചെയ്യുക ആഡ് ചെയ്തതിനാൽ 48,000. അതിനുശേഷം ബാലൻസ് CD 21,530 ക്യാഷ് ഇൻ ഹാൻഡ് എന്നെഴുതി പോസ്റ്റ് ചെയ്യുക. ഫർണിച്ചർ, സ്പോർട്സ് എക്യുപ്മെൻറ്റ് ഇതിനൊക്കെ ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പോൾ ഡിപ്രീസിയേഷൻ നമ്മൾ നേരത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡിപ്രീസിയേഷൻ ഈ ഫർണിച്ചറിൻ്റെ എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ ഫർണിച്ചറിൻ്റെ എമൗണ്ട് 10,000 ആണ്. ഈ 10,000 നിന്ന് നമ്മൾ നേരത്തെ ഡിപ്രീസിയേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു 2,000. അപ്പോൾ ആ 10,000 നിന്ന് 2,000 മൈനസ് ചെയ്ത് 8,000 ഔട്ടർ കോളത്തിൽ പോസ്റ്റ് ചെയ്യാം. അതുപോലെ സ്പോർട്സ് എക്യുപ്മെൻറ്റ് 2 ഉണ്ടായിരുന്നു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഒരു 32,000 ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാരഗ്രാഫിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു 20,000 ഉണ്ടായിരുന്നു. അപ്പോൾ അത് 2 ആദ്യം ആഡ് ചെയ്യുക. അതായത് 20,000ഉം 32,000ഉം ആഡ് ചെയ്യുക. അപ്പോൾ 52,000. അതിൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു 13,000. ആ 52,000ൽ നിന്ന് ആ 13,000 മൈനസ് ചെയ്താൽ 39,000 എന്ത് ചെയ്യുക ഔട്ടർ കോളത്തിൽ പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം പാരഗ്രാഫിലേക്ക് പോവുക. പാരഗ്രാഫിൽ അതായത് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഈ വർഷത്തെ കറൻറ്റ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ് അഡ്വാൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, അതും പോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, കറൻറ്റ് ഇയർ 6,000. ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് അസറ്റാണ്, അതുകൊണ്ട് അസറ്റ് സൈഡിൽ ആ 6,000 കാണിക്കാം. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ 6,000. പിന്നെ അതിനുശേഷം സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു കറൻറ്റ് ഇയർ 2,500. അപ്പോൾ അത് നേരത്തെ പറഞ്ഞിരുന്നു സാലറി ഔട്ട്സ്റ്റാൻഡിങ് ലാബിലിറ്റി ആണ്, അതുകൊണ്ട് ലാബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് 2,500 പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസാണ് അഡ്ജസ്റ്റ്മെൻറ്റിനുള്ളത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നേരത്തെ നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് കിട്ടിയിരുന്നു 46,500, അതായത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ബാലൻസ്. അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ തയ്യാറാക്കിയപ്പോൾ സർപ്ലസ് കിട്ടിയിരുന്നു 20,330. ആ 2 എമൗണ്ടും ആഡ് ചെയ്യുക. ആഡ് ചെയ്തപ്പോൾ 66,830 കിട്ടി. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അസറ്റ് സൈഡും ടോട്ടൽ, ലാബിലിറ്റി സൈഡും ടോട്ടൽ ചെയ്യുക, അസറ്റ് സൈഡും ടോട്ടൽ ചെയ്യുക. അതിൻ്റെ എമൗണ്ട് ഈക്വൽ ആണോ എന്ന് നോക്കുക. ഈക്വൽ ആണെങ്കിൽ നമ്മൾ ചെയ്തത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ.